കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സുവിശേഷത്തിനായും ആലകൾക്ക് പുറത്തലയുന്ന ആടുകൾക്കായും വില കൊടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന ജീവിതങ്ങൾ. ഇതാണ് ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൻ്റെ മുഖചിത്രം. ഇത് കോതമംഗലം രൂപതാംഗവും രൂപതയുടെ ട്രെയിനിംഗ് സെൻ്ററായ മൂവാറ്റുപുഴ നെസ്റ്റിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഫാദർ സെബാസ്റ്റ്യൻ കണ്ണിമറ്റത്തിൽ. KCYM യുവദീപ്തിയുടെ രൂപതാ ഡയറക്ടറായും DCMSൻ്റെ ഡയറക്ടറായും കെയർ ഹോം ശുശ്രൂഷകളുടെ കോർഡിനേറ്ററായും കണിമറ്റത്തിലച്ചൻ ഇപ്പോൾ സേവനം ചെയ്യുന്നു. ഭൂപ്രദേശം കൊണ്ട് രൂപതയിലെ ഏറ്റവും പ്രയാസമുള്ള മാമലക്കണ്ടം പോലുള്ള മേഖലകളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള വിശ്വാസ സമൂഹങ്ങളെ തിരുസഭയുടെ വിശുദ്ധിയോട് ചേർത്തു നിർത്തുവാൻ ഈ വൈദികൻ കാണിച്ച തീക്ഷ്ണതയുടെ നേർചിത്രം ശാലോം പ്രേക്ഷകർക്ക് മുൻപിൽ അച്ഛൻ പങ്കുവെക്കുന്നു. സെബാസ്റ്റ്യൻ അച്ഛ, ശാലോം TV-യുടെ ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൻ്റെ അച്ഛനോടൊപ്പമുള്ള ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫാദർ സെബാസ്റ്റ്യൻ കണിമറ്റത്തിൽ, കോതമംഗലം രൂപതാംഗമാണ് അച്ഛൻ. അച്ഛൻ ഇന്ന് കോതമംഗലത്ത് രൂപത യൂത്ത് ഡയറക്ടറാണ്. അതോടൊപ്പം DCMSൻ്റെ ഉത്തരവാദിത്വമുണ്ട്. രൂപതയിലെ പ്രധാനപ്പെട്ട പാസ്റ്റൽ സെൻ്ററായ നെസ്റ്റിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ കൂടിയാണ് അച്ഛൻ. അച്ഛൻ്റെ അത്തരത്തിലുള്ള വിശേഷങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ പറയാം. അതിനു മുമ്പ് അച്ഛൻ്റെ വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊന്ന് പരിചയപ്പെടുത്താൻ വെച്ചു. കോതമംഗലം രൂപതയിൽ ആനിക്കാട് ഇടവകാംഗമാണ് ഞാൻ. എൻ്റെ വീട്ടിൽ അച്ചാച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, ഒരു ജ്യേഷ്ഠനും ഒരു ജ്യേഷ്ഠത്തിയുണ്ട്. ജ്യേഷ്ഠൻ്റെ ഭാര്യയും 3 കുട്ടികളുമുണ്ട്. അച്ഛൻ്റെ ചേട്ടൻ എനിക്ക് മനസ്സിലായി വിവാഹിതനാണ്, കുഞ്ഞുങ്ങളുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ്. പക്ഷേ അച്ഛൻ്റെ പെങ്ങൾ സിസ്റ്ററാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാൻ വെച്ചു. മൂത്ത ചേച്ചിയാണ്. ചേച്ചി നേരത്തെ തന്നെ മഠത്തിൽ ചേർന്നു. ഏത് കോൺഗ്രിഗേഷനാണ്? SD കോൺവെൻറ്റ്. അച്ഛനെ ഒരു പക്ഷേ എന്നേക്കാൾ 1 വയസ്സിന് മൂത്തതുള്ളൂ അച്ഛൻ. അപ്പോൾ എൻ്റെ പ്രായം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛനെ ഒരു ചെറുപ്പക്കാരനായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത്. തീർച്ചയായിട്ടും ചെറുപ്പക്കാരനാണ്. പക്ഷേ അച്ഛൻ്റെ ഒരു പക്വതയും ഇരിപ്പൊക്കെ കണ്ട അച്ഛന് ചെറിയ പ്രായമൊക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും അച്ഛൻ്റെ ഒരു വളരെ ചെറുപ്പക്കാരൻ തീക്ഷ്ണമതിയായ ഒരാളാണ് അച്ഛൻ. അച്ഛനോട് എനിക്ക് ചോദിക്കണ ഒരു ചോദ്യം, അച്ഛൻ്റെ ഒരു കുഞ്ഞുനാളിലൊക്കെ ഉള്ള ചില കാര്യങ്ങൾ. അച്ഛൻ ഇത്രയും പക്വതയും ഡീസൻ്റായിട്ടുള്ള ഒരാളായിരുന്നോ കുഞ്ഞുനാളിൽ? ചെറുപ്പത്തിലുള്ള എല്ലാ കുട്ടികളുടെയും രീതിയിലുള്ള ഒരു ശൈലിയൊക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. എവിടെ വെച്ചാൽ അച്ഛന് ഈ ഒരു ദൈവവിളിയുടെ ഒരു ഇത് കിട്ടിയത്? എൻ്റെ വീട്ടിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഉണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദർ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നയാളാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ മാറി താമസിച്ചു, തറവാട്ടിൽ നിന്ന് മാറി താമസിച്ചു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പള്ളിയിലേക്ക് വരും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ പള്ളിയിലേക്ക് വരും. ഒരു 5ാം ക്ലാസ് തുടങ്ങി ഞാനങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ വരുമായിരുന്നു. അപ്പോൾ അന്ന് അപ്പിച്ചി എന്നാണ് ഞങ്ങൾ ഗ്രാൻഡ് ഫാദറിനെ വിളിക്കുന്നത്. അപ്പിച്ചി അവിടെ പള്ളിയുടെ താഴെ ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചായക്കടയിൽ വന്ന് അവർ കുറേ കാർന്നവന്മാരുണ്ട്. അവരെല്ലാവരും ഒരു 6 മണിയാകുമ്പോഴത്തേക്കും വന്ന് ഒരു കാലിച്ചായ കഴിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആ കൂടെ കൂടും. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് സൈക്കിൾ വെച്ച് അവിടെ നിന്ന് ചായയും കുടിച്ച് നേരെ പള്ളിയിലേക്ക് പോകും. അന്ന് പള്ളിയിൽ ഇങ്ങനെ അൾത്താരപാലന്മാരൊന്നും ഒത്തിരിയില്ല. ഞങ്ങൾ 3-4 പേര് മാത്രമേ ഉള്ളൂ. ഇട ദിവസങ്ങളിൽ മിക്കവാറും ഞാൻ മാത്രമേ പള്ളിയിൽ ചെല്ലാറുള്ളൂ. അപ്പോൾ കപ്പ്യാരിയേട്ടനും ഞാനും ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അത് കാരണം കുർബാനയ്ക്ക് കൂടാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടവകയിൽ മിക്കവാറും എല്ലാ അച്ഛന്മാരും ഒരു 70 വയസ്സ് കഴിഞ്ഞ പ്രായമുള്ള അച്ഛന്മാരായിരുന്നു വരുന്നത്. ഏറ്റവും സൗകര്യമുള്ള ഒരു ഇടവകയാണ് കോതമംഗലം രൂപതയിൽ. അതുകൊണ്ട് തന്നെ ആ അച്ഛന്മാരുടെയൊക്കെ ജീവിതം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം പ്രായമുണ്ടെങ്കിലും അച്ഛന്മാരൊക്കെ എല്ലാ ദിവസവും വളരെ തീഷ്ണതയോടുകൂടെ ഞങ്ങളുടെ ഇടവകയിലെ കുടുംബങ്ങളിലൊക്കെ സന്ദർശിക്കുമായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നു, പോൾ മണ്ഡപത്തിൽ എന്ന് പറയുന്ന ഒരച്ഛൻ. അച്ഛൻ ഏതാണ്ട് 70 വയസ്സിൽ അധികമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സൈക്കിളും കൊണ്ടൊക്കെ വരുമ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് സൈക്കിൾ വാങ്ങി റോഡിലൂടെ ചവിട്ടുന്നതൊക്കെ എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും പ്രായമുള്ള അച്ഛനാണ്. ഞാനൊക്കെ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമേ ഉള്ളൂ. ആ സമയത്ത് അച്ഛനും ഞങ്ങളുടെ കൂടെ ആവുക. അതിനുശേഷം വന്ന ബഹുമാനപ്പെട്ട ഒരു ജെയിംസ് ചാത്തങ്കോട്ടച്ഛനുണ്ട്. ഞങ്ങളുടെ രൂപതയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ
ഒരു വൈദികനായിരുന്നു. അച്ഛൻ അവിടെ നിന്നാണ് വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നത്. അച്ഛൻ വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് എന്നെ അച്ഛൻ സെമിനാരിയിലേക്കും പറഞ്ഞു വിട്ടിട്ടാണ് പോകുന്നത്. അന്ന് ആ അച്ഛനല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഈ കോതമംഗലം രൂപതയിലെ മൈനർ സെമിനാരിയിൽ പ്രവേശനം ലഭിക്കില്ലായിരുന്നു. കാരണം ഞാൻ വീട്ടിലെ ഇളയ മകനാണ്. ഒത്തിരിയേറെ പരിലാളന എനിക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്കന്ന് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു, എളുപ്പമല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്നോട് അച്ഛൻ ചോദിച്ചു, നിനക്ക് അച്ഛനാവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ചെറുപ്പം തുടങ്ങിയ ആഗ്രഹമുണ്ട്, അച്ഛനാവണം എന്ന് ആഗ്രഹമുണ്ട്. അച്ഛൻ, ഞാൻ അച്ഛനാവാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ അന്ന് നിർമ്മല കോളേജിൽ വെച്ചാണ് ഒരു ദൈവവിളി ക്യാമ്പ് നടക്കുക, അപ്പോൾ അതിൽ പോയി പങ്കുചേരാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 5 ദിവസത്തോളം ഉണ്ട്. 5 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അന്ന് എനിക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം ഞാൻ പോയില്ല. പിറ്റേന്ന് രാവിലെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ പോയില്ലടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ അത് ജലദോഷമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് പോയില്ല എന്ന് പറഞ്ഞു. അച്ഛനൊന്ന് മൂളി. അത് കഴിഞ്ഞ് കുറച്ച് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ദിവസം രാവിലെ കുർബാനയുടെ സമയത്ത് അച്ഛൻ ചോദിച്ചു, നിനക്ക് സെമിനാരിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന്. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മൈനർ സെമിനാറിൽ ഇൻ്റർവ്യൂ ഇന്ന ദിവസമാണ്, നീ അവിടെ ഒന്ന് പോയി കൂടണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു, ഒരു ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം ചെല്ലുന്നു, പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴത്തേക്കും പിരിയാം, നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അത് വലിയ തെറ്റില്ല എന്ന് തോന്നി ഞാനങ്ങനെ മൈനർ സെമിനാരിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അന്ന് അവിഭക്ത കോതമംഗലം രൂപതയാണ്, ഏതാണ്ട് 130ഓളം നല്ല 10ാം ക്ലാസ്സിലും പ്ലസ് ഡിഗ്രിക്ക് പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ആൺകുട്ടികൾ അതിൽ നടപ്പുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ചേഷ്ടന്മാർ, അതായത് 2ാം വർഷം 3ാം വർഷമുള്ള സീനിയേഴ്സ് സെമിനാരിക്കാരവരുണ്ട്. അവർ പറഞ്ഞു, നിങ്ങളിൽ ആകെ 15 പേരെ എടുക്കുകയുള്ളൂ. അപ്പോൾ 130 പേര് വന്നിട്ടുണ്ട്, 15 പേരെ എടുക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം പാട്ട് പാടുന്നവരും പ്രസംഗം പറയുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂവിന് എന്നും അപ്പോൾ അഭിമന്യ പിതാവും എല്ലാ അച്ഛന്മാരും ഉണ്ട്. ഏറ്റവും അവസാനത്തിന് തൊട്ട് മുമ്പാണ് ഞാൻ ചെല്ലുന്നത്. കാരണം ഞങ്ങളുടെ വീട് കോതമംഗലത്തിനടുത്തായതുകൊണ്ട് ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ജോസഫ് എഴുമായിൽ അച്ഛനും അതിന് തൊട്ട് മുമ്പാണ് ഞാനും ഇൻ്റർവ്യൂവിന് കയറി ചെല്ലുന്നത്. അപ്പോൾ പിതാവ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിനൊക്കെ ഉത്തരവും പറഞ്ഞു. എന്നാൽ ശരി, പിന്നെ കാണാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇറക്കി വിട്ടു. അത് കഴിഞ്ഞ് തിരിച്ച് ഇടവകയിൽ പള്ളിയിലെ വിആർഎച്ചിൻ്റെ അടുത്ത് വന്നു. അച്ഛനോട് പറഞ്ഞു, വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ ട്രാൻസ്ഫറായി പോകുന്നതിൻ്റെ ആ ദിവസത്തിൽ രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് അച്ഛനാവാൻ താല്പര്യമുണ്ടോ എന്ന് ഒന്നുകൂടെ ചോദിച്ചു. അപ്പോൾ അന്നേരം പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ടച്ചാന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന ദിവസം മാർക്ക് ലിസ്റ്റുമായിട്ട് സെമിനാരിൽ ചെന്നാൽ മതി എന്ന്. അപ്പോൾ അങ്ങനെ അച്ഛൻ പറഞ്ഞ ദിവസം ഞാൻ മാർക്ക് ലിസ്റ്റുമായിട്ട് സെമിനാരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ റെക്ടറച്ഛൻ ബഹുമാനപ്പെട്ട എമ്മാനുവൽ കുര്യനാലച്ഛനായിരുന്നു ഒരു ഫോം എടുത്തു തന്ന്, ഇന്ന സാധനങ്ങളുമായിട്ട് താൻ ജൂൺ മാസം 10-ാം തീയതി ആകുമ്പോഴേക്കും സെമിനാരിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സെമിനാരിൽ പ്രവേശിക്കുന്നത്. അച്ഛാ, സെമിനാരിയിൽ എനിക്ക് തോന്നുന്നു 11 വർഷത്തൊരു നീണ്ട പരിശീലനമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അത് രൂപത ഒരു വളരെ വർഷങ്ങളുടെ പരിചയമുള്ള സെമിനാരി ഫോർമേഷനിലൂടെ അച്ഛനെ കടത്തിക്കൊണ്ടുപോകാൻ എല്ലാ രൂപതകളിലും സംവിധാനമുണ്ട്. കോതമംഗലം രൂപത വളരെ നല്ലൊരു സെമിനാരി നമുക്കുണ്ട്. ഞാൻ അല്ലെങ്കിൽ മറ്റു പല സ്റ്റഡീസും അച്ഛൻ പല സെമിനാരിലായിരിക്കും നടത്തിയത് അല്ലേ? അതെ. പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു കാര്യം, അച്ഛൻ്റെ ഒരു 1-2 സെൻറ്റൻസിൽ അച്ഛനൊന്ന് പറയാമോ? ഈ നീണ്ട 11 വർഷത്തെ സെമിനാരി പരിശീലനം പല സെമിനാരികളിലായിരിക്കും നടന്നത്, പക്ഷേ എങ്കിലും അതെങ്ങനെ അച്ഛൻ്റെ ജീവിതത്തെ ഒന്നാകെ രൂപപ്പെടുത്തിയെന്ന് ഒരു 2-3 സെൻറ്റൻസിലൊന്ന് പറയാം. ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ സെമിനാരി ജീവിതം എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് തീർന്ന അനുഭവമായിപ്പോൾ. നീണ്ട 10.5 വർഷം 11 വർഷമുണ്ട് എങ്കിലും അത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയ പോലെ. ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരൊക്കെ പറയും, ഡീക്കന്മാരായിരിക്കുമ്പോൾ ഞങ്ങൾ ഫിലോസഫി ഫസ്റ്റ് ഇയറിൽ ഞാൻ വളാതൂർ സെമിനാരിലാണ് പഠിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പെട്ടെന്ന് ഈ കാലമൊക്കെ കഴിഞ്ഞു പോകുന്നു പറഞ്ഞു. അന്ന് അത് തോന്നിയില്ല, പക്ഷേ ഞങ്ങൾ ഡീക്കന്മാരായപ്പോൾ അത് തോന്നി. പിന്നെ ഒത്തിരി കരുതുന്ന അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഫിലോസഫി കാലത്ത് ബഹുമാനപ്പെട്ട സക്കറിയാസ് എലിപ്പുലിക്കാട്ടച്ഛനായിരുന്നു ഞങ്ങളുടെ റെക്ടറച്ഛൻ വടവാതൂർ സെമിനാരിൽ. ഞങ്ങൾ ചെറിയ തമാശകളൊക്കെ കാണിക്കും. അങ്ങനെ ഒരു ദിവസം ഞങ്ങളെ ഒരു കാര്യത്തിന്, അതായത് ഞങ്ങൾ അവിടെ കിടക്കുന്ന ഡോർമെട്രി എന്നാണ് പറയുന്നത്, ഡോർമെട്രിയിൽ സംസാരിച്ചതിന് അച്ഛൻ ഞങ്ങളെ പിടിച്ചു. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ഇനി മേലിൽ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും അച്ഛൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി താൻ പെട്ടിയെടുത്ത് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ വീണ്ടും അച്ഛൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, താൻ പോവുമൊന്നും വേണ്ട. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു,
അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇനി നടന്നാൽ മതിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളെ റീജൻസി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രൂപതയിലൊരു പോളിസി അനുസരിച്ച് തിയോളജിക്ക് ഫിലോസഫിയിൽ എവിടെ പഠിച്ചോ നേരെ തിരിച്ചാണ് തിയോളജിക്ക്. അപ്പോൾ ഞാൻ ആലുവ സെമിനാരിലേക്കാണ് പോകുന്നത്. മംഗലപ്പുഴ. അന്ന് എനിക്ക് വിഷമം തോന്നിയെങ്കിലും ഇന്ന് എനിക്കത് അനുഗ്രഹമായിട്ടാണ് തോന്നുക. കാരണം ഒത്തിരി ആളുകളെ പരിചയപ്പെടാൻ പറ്റി. അതിനേക്കാൾ ഉപരി നമ്മുടെ ആശയങ്ങളെ നമുക്ക് രൂപീകരിക്കാൻ സാധിച്ചു. നമുക്കറിയാം പൗരസ്ത്യ പാരമ്പര്യമുള്ള ഒരു സെമിനാരിയിലായിരുന്നു ഫിലോസഫി പഠിച്ചത്. തിയോളജി പഠിക്കുമ്പോഴേക്കും അത്രയും ഒരു പൗരസ്ത്യ പാരമ്പര്യത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാത്തതും എന്നാൽ പ്രാധാന്യമുള്ളതുമായ ഒരു സെമിനാരിയിലാണ് മംഗലപ്പുഴ സെമിനാരിയിൽ. അതും ഡിവിഷനൊക്കെ കഴിഞ്ഞ സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഞങ്ങൾക്കത് ഒത്തിരി ഉൾക്കാഴ്ചകൾ നൽകിയിട്ടുണ്ട്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മംഗലപ്പുഴയും കാർമൽഗിരിയും രണ്ടായി തിരിഞ്ഞതിന് ശേഷമുള്ള. അതെ. അതിനുശേഷം ഡീക്കനായി വൈദികനായി കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ആ ഒരു വിശാലത ഒത്തിരി പാസ്റ്റർ ലൈഫിലാണെങ്കിലും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ അച്ഛാ ഈ മറ്റൊരു കാര്യം, ഇനി ഇപ്പം എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു പെട്ടെന്ന് പോയ ഒരു 11 വർഷം കഴിഞ്ഞ് അച്ഛനായ ഒരു സമയമുണ്ടല്ലോ, അത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഇടവകക്കാരുടെയും രൂപതയുടെയും ഫോമേറ്റേഴ്സിൻ്റെ ഒക്കെ ഒരു വലിയ ആഗ്രഹത്തിൻ്റെ ഒരു പര്യവസാനിയാണ് ആ ഒരു കുദാശ സ്വീകരണം എന്ന് പറയുന്നത്, പൗരോഹിത്യ സ്വീകരണം എന്ന് പറയുന്നത്. അച്ഛൻ്റെ ആ ഒരു പൗരോഹിത്യ സ്വീകരണ നാളുകളെക്കുറിച്ചോ അതിനുശേഷമുള്ള നാളുകളെക്കുറിച്ചോ ഒരു വൈദികനായപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ ഒന്ന് പെട്ടെന്ന് പറയാം. ഞങ്ങളുടെ കോതമംഗലം രൂപതയിൽ ഞങ്ങളുടെ ഓർഡിനേഷൻ നടക്കുന്നത് വലിയൊരു സംഭവമായിരുന്നു. കാരണം മഹാജൂബിലി ആഘോഷങ്ങൾ പരിസമാപിക്കുന്ന സംഭവം ഞങ്ങളുടെ ഓർഡിനേഷനോട് കൂടിയായിരുന്നു. ആ വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 9 ശമാശന്മാർ, ഞങ്ങളുടെ രൂപതക്കാർ 7 പേരുണ്ട്, ബാക്കി 2 പേര് സന്യാസ വൈദികരായിരുന്നു. അവരുൾപ്പെടെ 9 പേർക്കായിരുന്നു പട്ടം. അത് കോതമംഗലം കത്തീഡ്രൽ പള്ളിയിൽ വെച്ചായിരുന്നു. അത് വലിയ ആഘോഷമായിരുന്നു. കാരണം ഈ രൂപത കോതമംഗലത്തു നിന്നും ഇടുക്കിയിൽ നിന്നുമുള്ള രൂപതയിലുള്ള ഏതാണ്ട് മുഴുവനും അച്ഛന്മാർ അന്ന് കോതമംഗലം ഇടുക്കി ഒരുമിച്ചായിരുന്നു. അവരെല്ലാവരും ഏതാണ്ട് ഒരു 300ഓളം വൈദികർ തന്നെ ഉണ്ടായിരുന്നു. അതിനടുത്ത് വലിയൊരു ജനസമൂഹം. അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് പട്ടം കിട്ടിയപ്പോൾ എൻ്റെയൊക്കെ ആ ദൗത്യത്തെ എനിക്ക് കൂടുതൽ ബോധ്യപ്പെടാൻ സാധിച്ചു. കാരണം ഈ ജനം ഒരു വൈദികനെ ഇത്രയത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ളൊരു നല്ല പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നുള്ള ഒരു ബോധ്യം കിട്ടി. അതിനുശേഷം ഓർഡിനേഷൻ മാത്രമേ കത്തീഡ്രൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സ്വന്തം ഇടവപ്പള്ളിയിൽ വെച്ചായിരുന്നു പുത്തൻ കുർബാന. അതെനിക്ക് ഒത്തിരി ഒരു വൈദിക ജീവിതത്തോട് കൂടുതൽ പ്രതിപത്തി എനിക്ക് തോന്നി. കാരണം ഞങ്ങളുടെ രൂപതയിൽ ഇടവകയിൽ ഒരു രൂപതാ വൈദികൻ ഉണ്ടാകുന്നത് 20 വർഷത്തിന് ശേഷമാണ് ഞാൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകളൊക്കെ പുത്തൻ കുർബാനയ്ക്കാണെങ്കിലും പള്ളി നിറയെ എല്ലാവരും വന്ന് വിളിച്ചത് മാത്രമല്ല ഇടവകാംഗങ്ങൾ മുഴുവനും തന്നെ അതിനുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആ ഒരു പിന്തുണയും ശക്തിയുമൊക്കെ എൻ്റെ വൈദിക ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ഉൾക്കരുത്ത് നൽകിയിട്ടുണ്ട്. അച്ഛൻ ഒരുപക്ഷെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ, ഒരുപക്ഷെ ഈ വലിയച്ഛന്മാരുടെ ഒരു ജീവിതം കണ്ടും പരിലാളന കൊണ്ടും വളർന്ന് ദൈവവിളിയെ സ്നേഹിച്ച ഒരാളായതുകൊണ്ട് തന്നെയാവാം അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കറിയാവുന്നിടത്തോളം, ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം ഒക്കെ ഒരു പാസ്റ്ററൽ റെസ്പോൺസിബിലിറ്റി, ഒരു രാജപാലന റെസ്പോൺസിബിലിറ്റിയിൽ അച്ഛന് വലിയ കരുതലുണ്ട്. ഞാൻ ഡയറക്റ്റായിട്ട് അച്ഛൻ്റെ ഒരു കാര്യത്തിലേക്ക് വരിക. കാരണം അച്ഛന് പല സ്ഥലങ്ങളിലും അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അച്ഛൻ വികാരിയായിട്ട് ഇരുന്ന ഒരു സ്ഥലമെന്ന് പറയുന്ന മാമലക്കണ്ടം, നമ്മുടെ ഒരു മാമലക്കണ്ടം കോതമംഗലം രൂപതയിലെ ഒരുപക്ഷെ വളരെ റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് മാമലക്കണ്ടം. പക്ഷേ നമ്മുടെ മറ്റു പല പള്ളികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരു യാത്രാ സൗകര്യങ്ങൾ ഉൾപ്പെടെ എത്തിപ്പെടാൻ ഉൾപ്പെടെ അത്ര ഡെവലപ്ഡ് അല്ലാത്ത ഒരു പ്രദേശമാണ് മാമലക്കണ്ടം. പക്ഷേ വളരെ നല്ല ആളുകൾ തീർച്ചയായിട്ടും. ആ ഇടവകയിൽ അച്ഛനൊരു പാസ്റ്ററൽ റെസ്പോൺസിബിലിറ്റി വളരെ ഭംഗിയായി ചെയ്തതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ ഇടവകയെക്കുറിച്ച് അച്ഛന് പറയാൻ തോന്നുന്നൊരു കാര്യം ആദ്യം പറയാം, എന്നിട്ട് അച്ഛൻ ചെയ്ത ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. എന്താണ് അച്ഛൻ ആ ഒരു ഇടവകയെക്കുറിച്ച് പറയാൻ തോന്നുന്നത്? എന്നെ അഭിമന്യ പിതാവ് നിർമ്മല കോളേജിൽ മലയാളം PGക്ക് പഠിക്കാനായിട്ട് വിട്ടതാണ്. പഠിക്കാൻ വിട്ടു മോച്ച നിർമ്മല കോളേജിൽ. ഞാൻ അവിടെ പോയി ചേർന്നു. ഒരു മാസത്തോളം ഞാൻ കോളേജിൽ പോയി, ക്ലാസ്സിലൊക്കെ പോയിരുന്നു. എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതെൻ്റെ ഒരു ശൈലിയല്ല, വിളിയല്ല. എനിക്ക് ക്ലാസ്സിലിരുന്ന് എനിക്ക് പഠിക്കാൻ അത്ര പൊട്ടണമൊന്നും അല്ലായിരുന്നു. എങ്കിലും എനിക്കത് തോന്നി ഇത് ആവശ്യമില്ല, ഇതെൻ്റെ ഒരു ശൈലിക്കും വിപരീതമാണ്. കാരണം ഞാനിതെടുത്ത് PG ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ഞാൻ ഉദ്ദേശിച്ച ഒരു ഇതിലേക്ക് എത്താൻ പറ്റില്ല എന്നെനിക്ക് തോന്നി. അപ്പോൾ അന്ന് എൻ്റെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ആലപ്പാട്ടച്ചനായിരുന്നു. ഞാൻ ആലപ്പാട്ടച്ചനുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ആലപ്പാട്ടച്ചൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പിതാവിൻ്റെ അടുത്ത് പോകാം. അപ്പോൾ
അഭിമന്യ പുന്നക്കോട്ടിൽ പിതാവിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഒരാളെ പഠിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ പഠിച്ചിട്ട് വന്നാൽ മതി. ഇടയ്ക്കൊരു ഒരു പിൻവാങ്ങലൊന്നും ഇല്ല. ഉത്തരവാദിത്തം നിന്ന് മാറാൻ പാടില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവ് പറയുവാണെങ്കിൽ തുടർന്ന് പഠിക്കും, ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ പിതാവിനോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, അച്ഛന് താല്പര്യക്കുറവാണെങ്കിൽ അച്ഛൻ തിരിച്ചു പോരെ, പക്ഷേ അച്ഛന് കിട്ടാൻ പോകുന്ന പള്ളി അല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവ് അത് കുഴപ്പമില്ല, എനിക്കൊരു പള്ളി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞു. പിന്നത്തെ വർഷമാണ് എനിക്ക് മാമലക്കണ്ടം എന്ന് പറയുന്ന ഇടവക ദൈവാലയത്തിലേക്ക് ട്രാൻസ്ഫറായിട്ട് പോകുന്നത്. ആ ഇടവകയെ സംബന്ധിച്ച് ഞാൻ അവിടുത്തെ ആദ്യത്തെ താമസിക്കുന്ന വികാരിയച്ഛനാണ്. കോതമംഗലത്ത് നിന്ന് ഏതാണ്ട് 45 കിലോമീറ്റർ ദൂരമുണ്ട്. അതിൽ 14 കിലോമീറ്ററും വനത്തിനുള്ളിലൂടെ യാത്ര. ആനയും അങ്ങനെയുള്ള വളരെ ദുർഘടമായ ഒരു വഴിയാണ്. വന്യമൃഗങ്ങളുള്ള എൻ്റെ വികാരിയായിരുന്ന ബഹുമാനോട് ഫ്രാൻസിസ് ആലപ്പാട്ടച്ചൻ അവിടെ 20 വർഷത്തോളം എല്ലാ ഞായറാഴ്ചകളിലും പോയി വിശുദ്ധ ബലി അർപ്പിച്ചിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് അങ്ങോട്ടാണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും ഒത്തിരി സന്തോഷമായി. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, താൻ ഇപ്പോൾ അവിടെ പോയി കാണണ്ട. സാധാരണ നമുക്കൊരു പുതിയ പള്ളിയൊക്കെ കിട്ടുമ്പോൾ ആദ്യമേ അവിടെ പോയി കണ്ട് സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന രീതിയുണ്ട്. എന്നോട് താൻ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ പള്ളികൾ പഴമ്പള്ളിച്ചാൽ മാമലക്കണ്ടം, അങ്ങനെ 2 പള്ളികളാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവിടെ പള്ളിയൊന്നും ഇല്ല എന്നാണ് ആദ്യം അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ എൻ്റെ കൂടെ ഈ ആരക്കുഴി ഇടവകയിൽ നിന്നാണ് ഞാൻ മാറിപ്പോകുന്നത്. ഏതാണ്ട് ഒരു 100ഓളം ആളുകൾ എൻ്റെ കൂടെ എന്നെ കൊണ്ടുപോയി വിടാനായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആലുവ മൂന്നാർ റൂട്ടിൽ 6 മൈൽ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്നാണ് ഈ മാമലക്കണ്ടത്തിന് വരുന്നത്. അപ്പോൾ അവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്ന ഇത്രയും വാഹനങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ഫോറസ്റ്റുകാരവിടെ പറഞ്ഞു, ഇതിലല്ല മൂന്നാറിന് പോകേണ്ടത്, മൂന്നാറിന് നേരെ വഴിക്കാൻ പോകേണ്ടതെന്ന്. ടൂറിസ്റ്റുകളാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ പഴമ്പള്ളിച്ചാലിനാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇത് ഗേറ്റ് തുറന്നു വന്നു, ഞങ്ങൾ എല്ലാവരും ചെന്നു. പഴമ്പള്ളിച്ചാൽ ഇടവകയിൽ ചെന്നപ്പോൾ എന്നെ ആദ്യം ആകർഷിച്ചൊരു കാര്യം, ഞങ്ങളുടെ രൂപതയിൽ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് പഴമ്പള്ളിച്ചാൽ. അവർ വളരെ തീഷ്ണതയോടുകൂടെ ചെറിയൊരു ബാനറൊക്കെ പിടിച്ച് അച്ഛന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ വികാരിയച്ഛന് സ്വാഗതം എന്ന് പറഞ്ഞ് ഒരു മാലയൊക്കെ ഇട്ട് എന്നെ സ്വീകരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോവുക. ഞാൻ ആദ്യമായിട്ടാണ് പള്ളിയിൽ അന്ന് ചെല്ലുന്നത്. പള്ളിയിൽ കയറി ചെന്നു, പ്രാർത്ഥനയൊക്കെ ചൊല്ലി. ഞാൻ നോക്കിയപ്പോൾ പള്ളിയുണ്ട്, അത്യാവശ്യം പള്ളിമുറിയൊക്കെ ഉണ്ട്, സൗകര്യമാണ്. അപ്പോൾ ഉടനെ ആലപ്പാട്ടച്ചൻ പറഞ്ഞു, ഇതുകൊണ്ട് തീർന്നില്ല, ഇനി നമുക്ക് അടുത്ത പള്ളിയിലേക്ക് പോകണം. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വീണ്ടും മാമലക്കണ്ടത്തേക്ക് പോവുകയാണ്. വനത്തിലൂടെ വീണ്ടും ഒരു 8 കിലോമീറ്ററോളം പോയി. അതിനുശേഷം അച്ഛനൊരു മണ്ണിട്ട് ഒരു കയറ്റത്തിൽ കയറി അവിടെ വണ്ടി നിർത്തി. എന്നിട്ട് പറഞ്ഞു, താഴെയാണ് പള്ളി, നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വൈകുന്നേരം 4 മണി സമയമായി. ആളുകളും ഞങ്ങളെല്ലാവരും, എന്നെ പുതിയ വിചാരിച്ചനാവുകൊണ്ട് എന്നോട് ജീപ്പിൽ പോന്നോളാൻ പറഞ്ഞു. ബാക്കിയുള്ളവർ വാഹനങ്ങൾ പോകില്ല, അത് വഴി മോശമായതുകൊണ്ട് എല്ലാവരും നടക്കുക. ഫ്രണ്ടുള്ള ജീപ്പാ പോകുള്ളൂ. ഏകദേശം ഒരു 3/4 മണിക്കൂർ നടന്നിട്ടാണ് ഈ പള്ളിയിലെത്തുന്നത്. ഈ നടക്കുന്നതിനിടയിൽ നല്ലൊരു മഴയും പെയ്തു. അപ്പോൾ ആൾക്കാർ കുടയൊന്നും കരുതിയില്ല, മെയ് മാസത്തിലായിരുന്നു. അപ്പോൾ കുടയൊന്നും കരുതിയില്ല, കുറച്ച് പേര് നനഞ്ഞു. അങ്ങനെ പള്ളിയിലെത്തിയപ്പോൾ അന്നത്തെ എൻ്റെ ഇടവക പള്ളി എന്ന് പറയുന്നത് ഒരു കാലിൽ ഭിത്തിയൊന്നും ഇല്ലാതെ മരത്തിൻ്റെ തൂണിലിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നൊരു പള്ളിയാണ്. എല്ലാ വശവും നനഞ്ഞ് മുട്ടുകുത്താൻ പറ്റില്ല. അപ്പോൾ അച്ഛന് വരുന്നത് പ്രമാണിച്ച് ഇടവക്കാർ മുഴുവനും പള്ളിയിൽ സമ്മേളിച്ചിട്ടുണ്ട്. ഞാനും കയറി ചെന്നു. മുട്ടുകുത്താൻ പറ്റിയില്ല. ഞാൻ അവസാനം ഇച്ചിരി വെള്ളത്തിലാണെങ്കിലും മുട്ടുകുത്തി എന്നു ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ നടത്തി. അതിനുശേഷം അന്നത്തെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട തോമസ് ചെറുപറമ്പിലച്ഛനാണ്. അപ്പോൾ അച്ഛൻ വളരെ ടച്ചിങ് ആയിട്ടൊരു സ്വാഗതം പറഞ്ഞു. നമ്മുടെ പുതിയ വികാരിയച്ഛന് പഴമ്പള്ളിച്ചാലിൽ വന്നപ്പോൾ പള്ളിയുടെയും സക്രാരിയുടെയും ഒക്കെ താക്കോല് കൊടുത്ത് ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പറ്റി. ഇവിടെ താക്കോല് കൊടുക്കാനായിട്ട് പള്ളിക്ക് വാതിലില്ല, സക്രാരിയില്ല. ഇവിടെ ആകെയുള്ളത് ഒരു ചെറിയ മുറിയാണ്. ആ മുറിയുടെ താക്കോല് കൊടുത്തുകൊണ്ട് എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണെന്ന്. പക്ഷേ ആ വാക്കുകൾ എൻ്റെ കൂടെ വന്ന ആൾക്കാർക്ക് ഒത്തിരി സ്വാധീനമായി. ഒരു സഹോദരൻ എൻ്റെ കൂടെ മാരക്കുഴയിൽ നിന്ന് വന്നു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു കരച്ചിലായിരുന്നു. അച്ഛന് ഈ പള്ളി കിട്ടിയല്ലോ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന അന്നൊരു 1000 രൂപയായിരുന്നു പുള്ളിയുടെ കയ്യിൽ. ആ 1000 രൂപ എനിക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇതുകൊണ്ട് എന്ത് വേണേലും ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ ആ ഒരു പിന്തുണയും പ്രോത്സാഹനവുമൊക്കെ ഇന്നും എനിക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു അനുഭവമായിരുന്നു ആദ്യം. ആ മാമലക്കണ്ടത്ത് അച്ഛൻ്റെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മാമലക്കണ്ടം പള്ളിയിൽ ആ പള്ളി പണിയാനും, പിന്നീട് ഇപ്പോൾ ചെല്ലുമ്പോൾ പള്ളി ഇല്ലെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇന്നൊരു പള്ളിയുണ്ട്, പള്ളി പണിയാനും അതുപോലെ തന്നെ അവിടുത്തെ ഇടവകയിലേക്ക് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വീടുകളൊക്കെ അച്ഛൻ ധാരാളം പണിത് കൊടുത്ത ഒരു
അതിനുവേണ്ടി അച്ഛൻ മുന്നിട്ടിറങ്ങിയ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് പറയാമോ അച്ഛൻ അതിനെക്കുറിച്ച്? അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ഈ കോളേജിൽ നിന്ന് വിട വാങ്ങുമ്പോൾ എന്നെ ഒരു മാസം പഠിപ്പിച്ച ഒരു സിസ്റ്റർ പ്രൊഫസർ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇതിന് ഭാവിയിൽ ദുഃഖിക്കേണ്ടതായിട്ട് വരുമെന്ന്. അപ്പം ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു, ഭാവിയിൽ കരയണമെങ്കിൽ ഇന്നേ കരഞ്ഞു തുടങ്ങേണ്ട കാര്യമില്ലല്ലോ, അന്ന് കരഞ്ഞാൽ പോരെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് ഞാൻ കോളേജിൽ നിന്ന് പോകുന്നതാണ്. അതിന് ശേഷം ഞാൻ ഈ മാമലക്കണ്ടത്ത് വന്നു. ആദ്യത്തെ ഞായറാഴ്ച തന്നെ, കാരണം എന്നോട് അഭിമന്യ പിതാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ആലപ്പാടച്ചിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ദേവാലയം നിർമ്മിക്കണം, അതിനുള്ള എല്ലാ സ്ഥലമൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട്, അച്ഛൻ പണി തുടങ്ങണമെന്ന്. അതനുസരിച്ച് ഞങ്ങളുടെ പള്ളിയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് നമ്മുടെ നാട്ടിലെ പള്ളി മാതിരിയൊന്നുമല്ല. കുർബാനയൊക്കെ കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം അവിടെ ഇങ്ങ് ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മിണ്ടി പറഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ആൾക്കാർ, ആർക്കും തിരക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പള്ളി പണിയണ്ടേ. അപ്പോൾ ഉടനെ ഒരു സഹോദരൻ എഴുന്നേറ്റിട്ടെന്ന് പറഞ്ഞു, ഇവിടെ പള്ളിയല്ല, അച്ഛൻ വന്നതേ ഉള്ളൂ, ആദ്യം അച്ഛൻ ഈ ഇടവകയൊന്ന് സന്ദർശിക്കണം. ഇവിടെ ഒത്തിരി വീടുകളില്ലാത്ത ആളുകളുണ്ട്, നമ്മുടെ ആൾക്കാരുമുണ്ട്, അക്രൈസ്തവരായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നമുക്ക് ഏതാനും വീടുകൾ നിർമ്മിക്കണം. അന്ന് ഈ ക്രെഡിറ്റ് യൂണിയൻ സോഷ്യൽ സർവീസിൻ്റെ ആഭിമുഖ്യത്തിൽ കുറേ വീടുകൾ പണിതിട്ടുണ്ട്. ഇനിയും അവസരം കിട്ടാതെ പണിയാതെ ഒത്തിരി വീടുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരി, എന്നാൽ ആ ഒരു രീതിയിലേക്ക് തിരിയാമെന്ന് വിചാരിച്ചു. ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു 85-86 വീട്ടുകാർ ഉള്ളൂ, നമ്മുടെ കത്തോലിക്കരായിട്ട്. ഏതാണ്ട് ഒരു 350-400 വീട്ടുകാർ മറ്റു മതസ്ഥരുണ്ട്. ഈ ഇടവകയ്ക്ക് ചുറ്റും വനമാണ്, അതിർത്തികളില്ലാത്ത ഒരു ഇടവകയാണ്. ഞാൻ എൻ്റെ ഇടവകയെ ആളുകളുടെ ഇടയിൽ പരിചയപ്പെടുത്തിയിരുന്നത് അങ്ങനെയാണ്. അതിർത്തികളില്ല, 24 മണിക്കൂറും കോതമംഗലം രൂപതയിൽ പ്രാർത്ഥിക്കുവാൻ അവസരമുള്ള ഏക ദേവാലയം. എൻ്റെ ദേവാലയത്തിൽ ആര് വന്നാലും പള്ളിക്ക് പുറത്ത് നിൽക്കില്ല, എല്ലാവരും പള്ളിക്കകത്തായിരിക്കും. കറണ്ട് കട്ട് എന്ന് പറയുന്നത് അവിടെ ഇല്ല, ഒരിക്കലും കറണ്ട് കട്ടില്ല. എപ്പോൾ വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ വളരെ ആകാംക്ഷയുണ്ട്, ഇതെന്ത് ദേവാലയം. അപ്പോൾ പറഞ്ഞു, അച്ഛൻ്റെ കമാൻഡിങ് പവർ കൊണ്ടാണ് എല്ലാവരും പള്ളിയകത്ത് കയറുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ അവസാനം പറയും, നമുക്ക് പള്ളിക്ക് ഭിത്തിയൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് ആൾക്കാർക്ക് അവരുടെ മുഖഭാവത്ത് വരുന്ന മാറ്റമാണ്. അങ്ങനെയുള്ളൊരു ദേവാലയമായിരുന്നു അവിടെ. അപ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞു, അച്ഛൻ എന്ത് പറയണോ അതിനോട് സഹകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അന്നൊരു പിരിവെടുത്തു. ഓരോ വീട്ടിൽ നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും, നമുക്ക് 5 വീട് പണിയണം, അവിടെ 5 വാർഡാണെന്നുള്ളത്, ഒരു വാർഡിൽ ഒരു വീടെന്നുള്ള രീതിയിൽ. അങ്ങനെ ചിന്തിച്ചു. ആളുകൾ എനിക്ക് അന്ന് ഏതാണ്ട് ഒരു 85,000-ഓളം രൂപ പിരിഞ്ഞിട്ടുണ്ട്. അന്ന് 85,000 എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്, കാരണം എല്ലാവരും കൂലിപ്പണിക്കാരാണ്, ആരും ഗവൺമെൻറ് ജോലിക്കാരൊന്നുമില്ല. വനത്തിൽ പോയി ഈറ്റ വെട്ടിയും അതുപോലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. ആ 85,000 രൂപയും പിന്നെ മണൽ അങ്ങനെയുള്ള റോ മെറ്റീരിയൽസൊക്കെ സ്വന്തമായിട്ട് വാരുക. മണൽ ഞങ്ങൾ തന്നെ വാരി, ഇഷ്ടിക ഞങ്ങൾ തന്നെ ഉണ്ടാക്കി, പൊതുജനം വന്നു. അപ്പോൾ ആകെ അരിയും ചെമ്മീൻ പൊടിയാണ് അന്നത്തെ പ്രധാന കറി. അത് രണ്ടും കൂടെ ഇട്ട് ഉച്ചയ്ക്കും 10 മണിക്കും ഉച്ചയ്ക്കുമൊക്കെ അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഈ 5 വീടിനുള്ള എല്ലാ സാധനങ്ങളും ചെയ്തു. ഒരു വർഷം കൊണ്ട് ഈ 5 വീടുകളും പൂർത്തീകരിച്ചു. അപ്പോൾ അത് അന്നൊരു നിമിത്തം എന്ന് പറയുന്നത്, അന്ന് മാമലക്കണ്ടത്ത് പള്ളി തുടങ്ങിയിട്ട് 25 വർഷം പൂർത്തീകരിക്കുന്ന വർഷം കൂടിയാണ്. നമ്മൾ പള്ളി സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട ജോർജ് കാരക്കുന്നേലച്ചനായിരുന്നു, ഞങ്ങളുടെ മംഗലപ്പള്ളി സെമിനാറിലൊക്കെ പ്രൊഫസറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ അഭിമന്യ പിതാവ് വന്ന് ഈ 5 വീടുകളുടെ താക്കോല് കൊടുത്ത് പുതിയ ദേവാലയത്തിനുള്ള തറക്കല്ല് വെഞ്ചരിച്ച് തന്നിട്ട് പോയി. അവിടെ നിന്ന് പിന്നെ അങ്ങ് തുടങ്ങുകയാണ്. അച്ഛൻ പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, കർത്താവിൻ്റെ കാലം മുതൽ ഈ വിധവയുടെ കാണിക്കുക എന്ന് പറയുന്ന പോലെ പാവപ്പെട്ടവനാണ് മുഴുവൻ കൊടുക്കാനുള്ള സന്നദ്ധത. പലപ്പോഴും ഉള്ളവന് കൊടുക്കാൻ ചിലപ്പോഴെങ്കിലും കുറച്ച് പിടുത്തം കൂടുമ്പോഴും ഇല്ലാത്തവന് ഉള്ളത് മുഴുവൻ കൊടുക്കാനുള്ള, പക്ഷേ ഒരു പുറത്തുനിന്നോ അല്ലെങ്കിൽ അങ്ങനെ സ്ഥലത്തുനിന്നൊക്കെയുള്ള അധികം ഫണ്ടുകളൊന്നും ഇല്ലാതെ തന്നെ ഈ ആളുകളിൽ നിന്ന് തന്നെ 5 വീടുണ്ടാക്കുന്നു, അതിനുശേഷം പള്ളി പണിയാൻ ഇതൊക്കെ എടുക്കുന്നു. അച്ഛൻ ഞാൻ പള്ളി പണിയോ അങ്ങനത്തെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ ഇത് പറയുമ്പോഴൊക്കെ അച്ഛൻ്റെ ഒരുപക്ഷെ ആ ഹോളിലിരുന്ന ആൾ പറഞ്ഞുകൊണ്ട് മാത്രമല്ലെന്ന് എനിക്കറിയാം, അച്ഛൻ്റെ ഒരു 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 ഹൃദയവും അങ്ങനെ തന്നെയാണ്. അതിനൊരു ഉദാഹരണം ഞാൻ ചോദിച്ചിട്ട് തുടങ്ങട്ടെ. അച്ഛനെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അച്ഛൻ ആരെങ്കിലുമൊക്കെ മരിച്ചിടത്ത് ഒന്ന് എത്തിപ്പെട്ട് പ്രാർത്ഥിക്കുക, അത് പാതിരാത്രിയിലാണെങ്കിലും ഒന്ന് എത്തിപ്പെട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയണത് അച്ഛൻ്റെ ഒരു വലിയൊരു മിഷനായിട്ട് അല്ലെങ്കിൽ ദൗത്യമായിട്ട് അച്ഛൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വൈദികരുടെയോ സിസ്റ്റേഴ്സിൻ്റെയോ ഒക്കെ മരണങ്ങളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ മരണങ്ങൾ മാത്രമല്ല, അച്ഛൻ എന്തെങ്കിലും വിധത്തിൽ പരിചയമുള്ള ഒരാളുടെ, പ്രത്യേകിച്ച് മാമലക്കണ്ടത്തൊക്കെ അച്ഛൻ അതുപോലെ അച്ഛൻ ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള ഒരു സംഗതിയാണുള്ളൊരു മരണം ഉണ്ടെന്നറിഞ്ഞാൽ അച്ഛൻ ഓടിച്ചെല്ലും. അച്ഛൻ ഇങ്ങനെ അത് പലപ്പോഴും ധാരാളം ഉത്തരവാദിത്തം നടുവിൽ അതൊക്കെ ചെയ്തിട്ട് രാത്രിയിലാണ്, ഒന്നും വഴിയിൽ ഉത്തരവാദിത്തങ്ങൾ വലിച്ചെറിഞ്ഞിട്ടല്ല. എങ്ങനെ ഇത് സാധിക്കുന്നു അച്ഛൻ?
അതിനെനിക്ക് പ്രത്യേക ഉത്തരവൊന്നുമില്ല. എന്നാലും അച്ഛൻ്റെ ഹൃദയത്തിൽ ഈ മോട്ടിവേഷൻ എവിടെ നിന്ന് വരും? കാരണം അത് എൻ്റെ ചെറുപ്പത്തിലേ തുടങ്ങിയുള്ളൊരു ശീലം. എൻ്റെ മാതാപിതാക്കളൊക്കെ അങ്ങനെ പോകുന്നവരായിരുന്നു. എൻ്റെ അച്ചാച്ചൻ എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നീ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും പറ്റുമെങ്കിൽ പോയി ഒരു ഒപ്പീസൊക്കെ ചൊല്ലി വരണമെന്ന് പറയാറുണ്ട്. പിന്നെ അത് കൂടാതെ ഈ മാമലക്കണ്ടം എന്ന് പറയുന്ന ഇടവകയിൽ ചെന്നപ്പോഴാണ് എനിക്കിതിൻ്റെ ആവശ്യകത കൂടുതൽ ബോധ്യമായത്. കാരണം അതൊരു കുടിയേറ്റ മേഖലയാണ്. നാട്ടിൽ നിൽക്കാൻ സാധിക്കാത്ത ആളുകൾ, സാമ്പത്തികമായിട്ടും എല്ലാം തകർന്ന ആളുകൾ പോയ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് അവരുടെ ഒരു സ്വന്തത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരവിടെ അറിയിക്കും. അപ്പം മിക്കവാറും ആളുകൾക്ക് ഈ സാമ്പത്തികം കുറവായതുകൊണ്ട് യാത്ര, ഒരു വാഹനം അവിടെ നിന്ന് പോകണമെങ്കിൽ ജീപ്പ് തന്നെ വേണം. രാത്രിയൊക്കെ പോരുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കാണ്, കാരണം ആനയൊക്കെ ഉള്ള വഴിയാണ്. അപ്പോൾ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ എനിക്കൊരു ചെറിയ ജീപ്പൊക്കെ ഉണ്ട്, ഒരു മാമലക്കണ്ടം വെല്ലിച്ചൻ എന്ന് പേരെഴുതിയൊരു ജീപ്പുണ്ട് എനിക്ക്. അപ്പോൾ ഈ ജീപ്പിൽ ഞങ്ങളെല്ലാവരും അങ്ങ് പോകും. അപ്പോൾ രാത്രിയായിരിക്കും മിക്കവാറും പോകുന്നത്. അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ സിസ്റ്റേഴ്സുമൊക്കെ അതിനോട് വളരെയധികം യോജിക്കുന്നൊരു മനോഭാവമുള്ളവരായിരുന്നു. അപ്പോൾ ഞാനുണ്ടാവും, സിസ്റ്റേഴ്സ് ഉണ്ടാവും, ഇടവക്കാരും 3-4 പേര് കാണും. ഈ വീട്ടുകാർ ഞങ്ങളൊരു 8 പേരോ 9 പേരൊക്കെയാണ് ഒരു ജീപ്പിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോയി ഈ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഒരു സന്തോഷം. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഇടവകയിലുള്ള ആ അംഗങ്ങൾ തന്നെ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛൻ വന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു, ആശ്വാസമായിരുന്നു. കാരണം ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ മേൽവിലാസമൊന്നുമില്ല ഇവർക്ക്, ഈ നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ. കാരണം വലിയ സാമ്പത്തികമൊന്നുമില്ല, ഇവർ പാവപ്പെട്ടവൻ വനത്തിൽ കിടക്കണമെന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അച്ഛനൊക്കെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവരുടെ ബാക്കി മക്കളുടെ അച്ഛന്മാരൊന്നും വികാരിച്ചന്മാരൊന്നും വരാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെന്ന് അങ്ങനെ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി, നമുക്കിപ്പോൾ വലിയ പൈസയൊന്നും കൊടുക്കാനില്ല, പക്ഷെ നമ്മുടെ സാന്നിധ്യം കൊണ്ടൊരു ആശ്വാസമാണെന്ന് തോന്നി. ഞാൻ അങ്ങനെയാണ് ആ ഒരു ശൈലിയിലേക്ക് വളർന്നത്. അച്ഛനത് ഒരു എങ്ങനെയാണ് ഇതൊരു ശൈലിയായി രൂപപ്പെട്ടതെങ്കിലും, ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടോ അല്ലെങ്കിൽ അവർ വാക്കുകൾ കേട്ടിട്ടോ ഒക്കെ ആണെങ്കിലും, അച്ഛാ ഇതാണ് ശരിക്കും ഒരു വലിയൊരു പാസ്റ്ററൽ മിഷൻ. അൽമായർ പ്രതീക്ഷിക്കുന്നു അതാ. ഞാനൊരു അൽമായ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിലും കൂടി ചിലപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു അർത്ഥത്തിൽ പറയുന്നത് അച്ഛൻ്റെ ഈ ഒരു കാര്യത്തിൻ്റെ പ്രാധാന്യത്തെ കൂടി പറയാൻ വേണ്ടിയാണ്. ചിലപ്പോഴെങ്കിലും എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് ചിലപ്പോഴെങ്കിലും. കാരണം ഒരു മരണം കഴിയുമ്പോൾ, അല്ലെങ്കിൽ മരണത്തിൻ്റെ 7-ാം നാൾ ഒരു കുർബാനയ്ക്ക് വേണ്ടി വരുമ്പോഴൊക്കെ ചിലപ്പോഴെങ്കിലും ചില സ്ഥലത്തെങ്കിലും ഒക്കെ വികാരിയച്ഛന്മാർ നിങ്ങൾക്ക് വേറെ അച്ഛനുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണുമ്പോൾ ഞാൻ പലപ്പോഴും മനസ്സിലോർത്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട് ചോദിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അപ്പുറത്ത് ആളുകൾക്ക് വലിയൊരു ഹൃദ്യമായ അനുഭവമാണ്. അവരുടെ കൂടെ ഒരു അജപാലകനായി അവരിലൊരാളായി നമുക്ക് അവരുടെ ഹൃദയത്തെ കീഴടക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയല്ല, പക്ഷേ അവരെ സഭയോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാഹചര്യമാണ് അവരുടെ ഇത്തരം ആവശ്യങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത്. അച്ഛൻ്റെ ഈ എന്താ പറയുക, ഒരു സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം അച്ഛനെ എടുത്ത് സെമിനാരി പരിശീലനത്തിലൂടെ വളരെ കൃത്യമായ ഒരു ദിശയിലേക്ക് ദൈവം അച്ഛനെ വളർത്തി. വൈദികനായി എന്ന് മാത്രമല്ല, വൈദികനായതിനു ശേഷവും എന്നിലെ ദൈവഹിതം എന്താണെന്നും അത് അന്വേഷിച്ച് കണ്ടെത്തുന്നതുവരെ എൻ്റെ ഹൃദയത്തിലെ അസ്വസ്ഥതയെ സെൻസ് ചെയ്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യാൻ അച്ഛൻ കാണിക്കുന്ന ആ ഒരു ത്വര, അതാണ് അച്ഛനെ ഇന്നും ഒരു നല്ല അജപാലകനായി തുടരാൻ, ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളോട് വിശ്വസ്തനായി തുടരാൻ സഹായിക്കുന്നത്. അച്ഛൻ്റെ ഇന്നത്തെ പ്രവർത്തന മേഖലകൾ, യൂത്തിൻ്റെ ഇടയിലും ഒക്കെയുള്ള ധാരാളം കാര്യങ്ങൾ ഇനിയും നമുക്ക് കേൾക്കണം. അടുത്ത എപ്പിസോഡിൽ അത് തീർച്ചയായിട്ടും അച്ഛൻ പങ്കുവെക്കണം. അച്ഛൻ ഏറെ സ്നേഹത്തോടു കൂടി അച്ഛൻ്റെ ഈ വലിയ അജപാലക ദൗത്യത്തിൻ്റെ മുമ്പിൽ, ആ ഒരു അച്ഛൻ കാണിക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ മുമ്പിൽ ഏറെ വിനയാനിതനായിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ എപ്പിസോഡിൽ ജോഷുവ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിൽ അച്ഛൻ ഞങ്ങളോട് കൂടെ ആയിരുന്നതിന്, പങ്കുവച്ചതിന് ഏറെ നന്ദി. തിരുസഭയുടെ ചൈതന്യവും ഊർജവുമാണ് വിശുദ്ധരായ വൈദികർ. ബലിപീഠത്തിന് മുൻപിൽ എരിയുന്ന മെഴുകുതിരികൾ പോലെ അവർ നമുക്കായി ഉരുകിത്തീരുന്നു. അനന്തകാരുണ്യമായ തിരുനാഥൻ്റെ പവിത്രമായ പ്രകാശം അവർ നമുക്കായി തെളിച്ചു നൽകുന്നു. ഓരോ വൈദികനും തിരുസഭയുടെ മുഖമാണ്. നല്ല ഇടയൻ്റെ ആർദ്രമായ മുഖങ്ങൾ. ഈ മുഖമായി തിരുനാഥനു പിന്നാലെ വയലേലകളിൽ നിന്നും വയലേലകളിലേക്ക് സഞ്ചരിക്കുന്ന ജോഷുവായുടെ പിന്മുറക്കാർക്ക് പ്രണാമം. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ,
നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറി